അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണം ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 290ആയി. 265 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ പ്രദേശവാസികളും മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ MBBS വിദ്യാർത്ഥികളും. പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്യുന്നു. അഹമ്മദാബാദിൽ ഇന്ന് ഉന്നതതല യോഗം. അഹമ്മദാബാദിൽ തകർന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിദഗ്ധ സമിതി രൂപീകരിച്ച വ്യോമയാന മന്ത്രാലയം. UK-യുടെ അമേരിക്ക അന്വേഷണ സംഘങ്ങൾ ഇന്ത്യയിലേക്ക്. നോവായി അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത. മൃതദേഹം നാട്ടിലെത്തിക്കുക DNA പരിശോധനയ്ക്ക് ശേഷം. ബന്ധുക്കൾ അഹമ്മദാബാദിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങും. രഞ്ജിത നാട്ടിലെത്തിയത് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ഇറാനെതിരെ ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ. തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണം. നിരവധി സ്ഥലങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു.